എത്ര നരച്ച മുടിയെ നമുക്ക് ഈസി ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതും നമ്മൾ പാചകത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 ഇൻഗ്രീഡിയൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ തലമുടിയെ. കണ്ടോ, നമ്മൾ കഴുകിയിട്ടും പോകുന്നില്ല അത്. ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ കറിവേപ്പാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വെള്ളത്തിൽ കഴുകിയിട്ടേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 2-3 വെള്ളം കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ചില ആൾക്കാർ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ കീടനാശിനി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി കൊഴിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 2-3 വെള്ളം നല്ലവണ്ണം കഴുകുക. ഇനി നമുക്ക് നല്ലവണ്ണം ഇറുത്തെടുക്കാവേ. നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് കറിവേപ്പിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. നമ്മുടെ മുടി നല്ല രീതിയിൽ കറുക്കാനും അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മുടെ കറിവേപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും എണ്ണ കാച്ചുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കാച്ചിയാലും മുടി നരയ്ക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ മുടി നരച്ചതിന് ശേഷം കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങി അടിക്കുന്നതിന് പകരം നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നര വരുന്നതിന് ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതായത് ഹോർമോണൽ ചേഞ്ചസ് ആകാം, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രശ്നങ്ങളാകാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഗുളികയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ നമ്മുടെ മുടി പൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ പോഷകാഹാരത്തിൻ്റെ കുറവ് കാരണം മുടി നരയ്ക്കും. അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പോഷകാഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഹെയർ കെയർ പ്രോഡക്റ്റുകൾ, ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്നത് നമുക്ക് ആദ്യമേ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അതായത് നരയ്ക്കില്ല എന്നല്ല പറയുന്നത്, നരയ്ക്കുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഇത് ഇറുത്തെടുത്തിട്ടുണ്ടേ. കറിവേപ്പില നല്ലൊരു പിടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തത്. ഇങ്ങനത്തെ അല്ലറച്ചുള്ള പരിപാടിയൊക്കെ കോട്ടിങ് പോയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ അപ്പച്ചട്ടികൾ, അതായത് ഉപയോഗശൂന്യമായ അപ്പച്ചട്ടികളോ ചട്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഗ്രഹക്കാരന്മാർക്ക് വാരി കൊടുക്കാതെ സൂക്ഷിച്ച് വച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രയോജനം നമുക്ക് ഉണ്ട് കേട്ടോ. പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാവേ. നല്ല കരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മൾ കയ്യിലെടുത്ത് ഞെരടുമ്പം പൊടിഞ്ഞ് വരണം. ആ ഒരു അവസ്ഥയിൽ നമുക്ക് കറിവേപ്പിലയെ വറുത്തെടുക്കണം. ഇത് ചെറിയ പാത്രമായത് കാരണം കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് തയ്യാറാക്കേണ്ട ഒരു സാധനമാണിത്. ഏകദേശം നമ്മളുടെ കറിവേപ്പില ആയി വന്നിട്ടുണ്ട്. പുക കണ്ടോ അതിൻ്റെ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുക്. ഒരു സ്പൂൺ അളവിൽ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അടുത്ത് വേണ്ട നമ്മുടെ ഉലുവ, അതും 1 സ്പൂണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കടുകും ഉലുവയും പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് നമുക്ക് നല്ല കരിഞ്ഞ് മൊരിഞ്ഞ് വരണം. അതുകൊണ്ട് അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും എല്ലാം നല്ലവണ്ണം കറുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ കടുക് ഏത് ഉലുവ ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആ ഒരവസ്ഥയായി. ഇനി കുറച്ചുകൂടെ നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാവേ. നമ്മുടെ ഇലയെല്ലാം നല്ലവണ്ണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലയാണ് നമ്മളിതിൽ ഇട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവേ.
ഇനി ചെറിയ ചൂടോടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം, എങ്കിൽ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ജസ്റ്റ് നമുക്കൊന്നെടുത്ത് ഇങ്ങനെ ഞെരടി നോക്കുമ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇലയായാലും അതുപോലെ തന്നെ കേട്ടോ, പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയണത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാവേ. മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലും മിക്സിയുടെ ജാറിലും നനവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഇത് പൊടിച്ചെടുക്കാവേ. നമ്മുടെ മിക്സ് നല്ലവണ്ണം പൊടിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിരുന്നതിനെ കൈ കൊണ്ട് അതിലേക്ക് തട്ടിയിട്ടതാണ്. ഇതുപോലെ ഇരിപ്പുണ്ട്. നമുക്ക് കഴുകി നോക്കാവേ. കണ്ടോ, അതിൻ്റെ കളറെന്ന് പറയുന്നത് നമ്മൾ എണ്ണയൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഈ ഒരു കളറ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ പറയേണ്ട കാര്യമില്ല. എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരത്തില്ല. ഇത്രയും മതിയാവും നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ കാണിച്ച ആ അളവിന് നമ്മുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവേ. കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴുകി പോകാത്ത രീതിയിൽ വേണം എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് ഡാബർ ആംലയാണ്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. അതിന് ശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നീലാമ്പരിയുടെ പൊടിയോ അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ പൊടിയോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് കുളിക്കുന്നതിനൊരു 3 മണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ കുറഞ്ഞത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് ഒരു യൂസിൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ 2 ദിവസം വീതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ.